കേരളം ഈ അടുത്ത് PM-ശ്രീ പദ്ധതിയിൽ കരാറിൽ ഒപ്പിടാൻ പോവുകയാണല്ലോ. അത് ഇതൊരു അനിവാര്യ ഘടകമാണോ കേരളത്തിന്? അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? ഇതിനെക്കുറിച്ച് മൈത്രേന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? സത്യത്തിൽ എനിക്ക് അഭിപ്രായം പറയാനായിട്ട് തന്നെ താല്പര്യം തോന്നാത്തത്രയും അതൊരു അപകടം പിടിച്ച കാര്യമാണ്. സാമ്പത്തികമായി കേന്ദ്ര ഗവൺമെന്റ് ഞെരുക്കുകയും പല ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിനുള്ള തടസ്സമായിട്ട് മാറിയിരിക്കുന്നത് അവര് സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോലും എങ്ങനെയും ഭരിച്ചാ മതി, എങ്ങനെയും അധികാരത്തിൽ വന്നാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ചും LDF-നകത്ത് തന്നെ CPI എതിർത്തിട്ട് പോലും അതിനകത്ത് ഈ PM-ശ്രീ പദ്ധതിക്ക് അതിന് പണം വാങ്ങിയെടുക്കുന്ന കാര്യമൊന്നുമല്ല. അതൊരു കീഴടങ്ങിയ ഗവൺമെന്റിന്റെ ലക്ഷണമാണ്. തൊട്ടപ്പുറത്ത് സ്റ്റാലിൻ എടുക്കുന്ന ഒരു നിലപാടിൽ അവരുമായിട്ട് ആലോചിക്കരുതോ? അവരുമായിട്ട് ചേർന്ന് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നത്? റെസിസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സാംസ്കാരിക മേഖലയ്ക്കകത്തും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തും ഒക്കെ മറ്റുള്ള കോംപ്രമൈസസ് ഒക്കെ മറ്റു മേഖലകളിലെല്ലാം ചെയ്യുമ്പോൾ പോലും ഈ രണ്ട് മേഖല വിട്ടുകൊടുത്തിട്ട് പിന്നെന്തൊരു ഇടതുപക്ഷമാടും? അതാണ് ചോദ്യം. എന്തൊരു ഇടതുപക്ഷമാണത്? എന്തിനാണ് അവരെല്ലാരും ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇടതുപക്ഷം എന്ന് പറയുന്ന പേരൊക്കെ ഇട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണത്. വിദ്യാഭ്യാസത്തിന്റെ മുകളില് എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിനെ രൂപപ്പെടുത്തുന്ന മേഖലയ്ക്കകത്ത് കീഴടങ്ങിക്കൊണ്ട് ഒരു മുന്നേറ്റവും ഒരു സമൂഹത്തിന് ആദ്യം ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഏത് കാരണം പറഞ്ഞ് ഒപ്പിട്ടാലും അതിന് ആ തരത്തിലെ മാറ്റം വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇടതുപക്ഷവും കേരളത്തിൽ ഇല്ല. എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ഇടതുപക്ഷം വേറെ ഉണ്ടാകാം, ഞാൻ സ്വയം ഐഡന്റിഫൈ ചെയ്യുന്ന ഇടതുപക്ഷമായിട്ടായിരിക്കാം. പക്ഷെ അതൊന്നും തന്നെയല്ല അവിടുത്തെ നിലനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതിന് യാതൊരു മീനിങ്ങും ഇല്ലാതാക്കി കളഞ്ഞ ഒരു പ്രവൃത്തിയാണ് അവരാ പറയുന്നത്. അത് കുറെ നാളായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസിനകത്തുണ്ടായിരിക്കുന്ന പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്ന നിലവാരത്തിലും അത് BJP-ക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടും ഒക്കെ കാണാൻ പറ്റുന്ന സമയത്ത് പോലും നമുക്ക് ചില പ്രതീക്ഷകളൊക്കെ മനുഷ്യരിൽ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതൊക്കെ ഇത്തരത്തിലുള്ള സാംസ്കാരിക മേഖലകളിലോ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാനുള്ള അവസാനത്തെ ഇടമാണ് വിദ്യാഭ്യാസവും സാംസ്കാരിക മേഖല എന്ന് പറയുന്നത്. അതും കൂടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് ഈ ഭരണത്തിൽ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. എന്തിനാണ് ഇവന്മാര് ഭരിക്കുന്നത്? അവർക്ക് അങ്ങ് കൊടുക്കരുതോ? എന്തിനാണ് രാഷ്ട്രീയ പാർട്ടി നടത്തുന്നവര്? അങ്ങനെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ പറയുന്നത് സ്റ്റാലിൻ എടുക്കുന്ന നിലപാട് ഒന്നുമില്ല, സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഒരു കളക്റ്റീവായിട്ട് തീരുമാനം എടുക്കാൻ അതിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്തായാലും അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഗവൺമെന്റ് ഇടതുപക്ഷമല്ല. ഈ തീരുമാനം എടുക്കുന്നിടത്തോളം കാലം അവര് ഇടതുപക്ഷമൊന്നുമല്ല, അവര് BJP ചേരുന്നതാണ് നല്ലത്. 1466 കോടിക്ക് അടിമപ്പെടുത്തേണ്ടതാണോ ഈ ഇടതുപക്ഷ ബോധം എന്നുള്ളൊരു? ഞാൻ പറഞ്ഞില്ലേ, ആ പറയുന്ന അല്ലൊരു മനുഷ്യ മനസ്സ് നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിനെ പറ്റിയും ചിന്തകളെ പറ്റിയും നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിനെ പറ്റിയും പൗരബോധത്തിനെ പറ്റിയും ഒക്കെ പറയുന്ന മേഖലയ്ക്കകത്താണ് ആ സാധനം വരുന്നത്. അല്ലാതെ വേറെ ഒന്നും അല്ല. ആളുകള് ധനം കൊണ്ടും ബലം കൊണ്ട് ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറയുന്ന വടക്കേ ഇന്ത്യയിലെ ആൾക്കാരെല്ലാരും കൂടെ എലക്ട് ചെയ്തിട്ട് BJP-ക്കാരെ ജയിപ്പിച്ചാൽ നമ്മൾ കീഴടങ്ങി നിൽക്കേണ്ടി വരുന്ന കുറെ പോയിന്റുകളുണ്ട്. ഇവിടുത്തെ ക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ പോലും നടപ്പാക്കാൻ കഴിയാതെ വരുന്ന നിലവാരത്തിൽ, ശ്വാസം മുട്ടിക്കുന്ന നിലവാരത്തിൽ അവർക്ക് കുറികൾ ഇങ്ങനെ ഇട്ട് നമ്മളൊരു പ്രോജക്റ്റ് അങ്ങോട്ട് തന്നിരിക്കുമ്പം 1000 സംശയങ്ങൾ വീണ്ടും 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 ചോദിച്ചൊരിക്കലും പദ്ധതി ഒന്നും നടപ്പാക്കാൻ കഴിയാതാക്കുന്ന നിലവാരത്തിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അപ്പോഴും
വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയമായി നിലപാടുകളുമായി നിൽക്കുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ എല്ലാ പരിമിതികളും നിലനിർത്തിയ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട്. അതിന് അടിസ്ഥാനം തകർത്ത് കളയുന്ന ഒരു നിലപാടാണ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കാശിന് കൊള്ളാത്ത അത്തരത്തിലുള്ള വിദ്യാഭ്യാസ നയങ്ങൾ നമ്മൾ ഇന്ത്യ മുഴുവൻ കാണുന്നതല്ലേ. ആ JNU ഒക്കെ തകർത്ത് വെച്ചിരിക്കുന്ന നമുക്ക് കാണുന്നതല്ലേ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും തകർത്ത് കളഞ്ഞില്ലേ. NCERT തകർത്ത് കളഞ്ഞില്ലേ. NCERTയുടെ സിലബസിനകത്തു നിന്ന് ചരിത്രം എടുത്ത് കളഞ്ഞിട്ടില്ലേ. എന്താണ് 700 വർഷം ഭരിച്ചിരുന്ന മുഗൾ രാജവംശത്തിനെ പറ്റി റെഫറൻസ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ എടുത്ത് കളഞ്ഞില്ലേ. എന്ത് സയൻസ് ആണ് പിന്നെ പഠിപ്പിക്കാൻ പറ്റുന്നത്? പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് സയൻസ് ആണ് പഠിപ്പിക്കുന്നത്? നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കില്ലേ. എവല്യൂഷൻ എടുത്തു കളഞ്ഞില്ലേ. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയായിട്ട് ഏതെങ്കിലും നിലവാരത്തിൽ അസോസിയേറ്റ് ചെയ്യാൻ അവർക്ക് എങ്ങനെ കഴിയും? എന്ത് കാശിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ നാണം കെട്ട ഒരു 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 ഭരണാധികാരി നമുക്കുണ്ടായിപ്പോയിരിക്കുന്നു എന്നുള്ളതല്ലാതെ എന്ത് പറയുന്നു? അയാൾ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അയാൾ കള്ളനാണ് എന്ന് നാട്ടുകാർ പറയുമ്പോഴും നമ്മൾ വിശ്വസിക്കാതിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കാണുമ്പം അത് വിശ്വസിച്ചു പോവും. അല്ലാതെ വേറൊരു മീനിങ്ങും ഇല്ല. ഒരാൾക്ക് മറച്ചു വെക്കാനായിട്ട്, ഒളിച്ചു വെക്കാനായിട്ട് എന്തോ ഒന്നുള്ളത് കാരണം കൊണ്ട് കീഴടങ്ങി നിൽക്കുന്നവന്റെ എല്ലാ ലക്ഷണവും കാണിക്കുന്നതാണ് ഈ തരത്തിലുള്ള ഒരു നിലപാട്. അല്ല, അതെന്ത് പറയുന്നതിനൊക്കെ? ഞാനിപ്പം ഈ അമേരിക്ക വന്നിരിക്കുകയാണ്. തിരിച്ച് കേരളത്തിലോട്ടാണോ വരേണ്ടത്, അതോ തമിഴ്നാട്ടിൽ പോയി ഒന്നുമില്ല സ്റ്റാലിൻ ഇരിക്കുന്നിടത്ത് പോയി ഇരിക്കാനായിട്ട് മാത്രമേ ആലോചിക്കാൻ പറ്റുന്നു. ഒരു മലയാളിയായിട്ട് തുടരാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ചുരുങ്ങിയ വർഷം ആ കോയമ്പത്തൂരെങ്കിലും ഇറങ്ങിയിരിക്കണം എന്നുള്ള ആഗ്രഹമായി. റെസിസ്റ്റ് ചെയ്യുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കണ്ടേ? നമ്മൾ എന്തിനാണ് ഈ തരത്തിലുള്ള സാധനങ്ങൾ പറയുന്നത്? അസംബന്ധം പിടിച്ച ഒരു സമൂഹമാക്കി അതിനെ മാറ്റിയില്ലേ. അവസാനത്തെ തുരുത്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിനെ നമ്മൾക്ക് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്ത് ചെയ്യണം, ഏത് തരത്തിലാണ് നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ടത്, എതിർക്കേണ്ടത് എന്ന് പറയുന്ന കാര്യം കൂടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിന്നെ എന്ത് ഭരണത്തിനെ പറ്റി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ നിലവാരത്തിൽ ശരിക്കും പറഞ്ഞ അഭിപ്രായം പറയാനെന്ന് അതിനകത്ത് ഇറങ്ങി എന്താണ് PM ശ്രീ പദ്ധതിക്കകത്തെ ഈ ക്ലോസ് ആ ക്ലോസ് എന്ന് പറഞ്ഞ ചർച്ചയ്ക്കകത്തൊന്നും ഞാനില്ല. അത് മുച്ചൂടും കളയേണ്ടതാണ്, അല്ലാതെ അതിനെ അംഗീകരിച്ചുകൂടാത്തതാണ്. അല്ല, അതിനകത്ത് ചില അവരെന്തിനാണ് ഭരിക്കേണ്ട ആവശ്യം? ഇടതുപക്ഷക്കാരായി ഭരിക്കേണ്ട ആവശ്യം എന്താ? അതൊരു മോറൽ ക്വസ്റ്റ്യൻ ആണത്. അവരെന്തിനാണ് ഇലക്ഷന് നിൽക്കേണ്ട ആവശ്യം? അവർക്ക് BJP ചേർന്നാൽ എന്താ? അത്രയും അപമാനകരമായ ഒരു നിലപാടാണ്. എന്നത് വേറെ ചർച്ചയൊന്നുമില്ല. അല്ല, പെൻഷൻ 1600 1700 ആക്കി എന്ന് പറയുന്ന സാധനമൊന്നും പറയുന്ന കാരണം കൊണ്ടൊന്നും പരിഹരിക്കത്തില്ല. അത്രയും അപമാനകരമായ ഒരു നിലപാടാണ് ആ പദ്ധതി നടപ്പാക്കും എന്ന് എടുക്കുന്ന നിലപാട്. അപമാനകരം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു കണ്ടന്റ് ഇല്ല. ഇടതുപക്ഷം എന്ന് പറയുന്നതിന് കണ്ടന്റ് ഇല്ല. BJP ചേരുന്ന തന്നെ അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാർക്ക് നല്ലത്. ഒന്നുമില്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ പോലും ഉണ്ടാകത്തില്ല. മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ മാത്രമേ ഇപ്പൊ അവരുടെ നിലപാട് കൊണ്ട് കാര്യമുള്ളൂ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കേന്ദ്രമായിട്ടുള്ളത്, ഒരാളുടെ ആന്തരികമായ ലോകം രൂപപ്പെടുത്തുന്നതിന്, അതിനെ കാഴ്ച ഉണ്ടാക്കുന്നതിന്, നമ്മൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് കാണാനുള്ള ലെൻസാണ് വിദ്യാഭ്യാസം. അത് അവർക്ക് തീരെഴുതി കൊടുത്തതിന് ശേഷം പിന്നെ എന്തോന്ന് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം കോയമ്പത്തൂർ പോയി താമസിക്കുന്നതിനെ പറ്റി മാത്രമാണ് ഞാൻ
ആലോചിക്കുന്നത്. കാരണം ഒന്നുമില്ലെങ്കിൽ കുറെ നാളത്തേക്കെങ്കിലും അടുത്ത ഒരു 10 വർഷത്തിനകത്ത് ചത്തുപോകുമല്ലോ ഞാൻ. അപ്പൊ ചത്തുപോകുന്നത് വരെയെങ്കിലും ജീവിക്കാനായിട്ട് അപമാനം അനുഭവിക്കാതിരിക്കുന്നതിന് വല്ല ആ ബോർഡർ സ്ഥലങ്ങളിൽ എവിടെങ്കിലും പോയി താമസിക്കാൻ ആലോചിക്കാനെടുത്ത് തിരിച്ചു വരാനൊരു ഇടമില്ലാതായി പോയി. ഇതിനു മുന്നേയും ഇപ്പൊ ഹെൽത്ത് മേഖലയിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ടൊക്കെ ഉണ്ടല്ലോ. ഹെൽത്ത് മേഖലയിൽ നാഷണലൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്ത് മേഖലയിലൊക്കെ വാങ്ങുന്നു എന്ന് പറയുമ്പം മനസ്സ് രൂപപ്പെടുന്ന സ്ഥലമല്ലടൂ. നമുക്ക് അതൊക്കെ കുറെ മനസ്സിലാക്കാനൊക്കെ പറ്റും. കേന്ദ്ര ഗവൺമെന്റ് വടക്കേ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനത എലക്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാകൃത ഗവൺമെന്റിന്റെ കീഴിൽ പെട്ടുപോകുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷെ അത് മനസ്സിലാകുന്ന സമയത്ത് തന്നെ അവസാനത്തെ തുരുത്തായിട്ട് നിർത്തേണ്ട സ്ഥലങ്ങളാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ പിന്നെന്താ ഉള്ളത്? എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ഇതില് അവർ ഉയർത്തുന്ന വേറൊരു വാദം, ഇതില് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കേണ്ടതേ ഉള്ളൂ, അതിന് ഇത്രയും ഫണ്ട് നഷ്ടപ്പെടുത്തണോ എന്നുള്ളത്. അത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്ന പ്രശ്നമൊന്നും അല്ലടൂ. നമ്മളിത് നാഷണൽ ആയിട്ടുള്ള സകല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നോക്കിയാൽ പോരെ. ഇതുപോലെയുള്ള ഈ സാധനങ്ങൾ ഞാൻ ഈ പറയുന്നത്, നമ്മൾക്ക് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള അടിസ്ഥാന മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ട ഇടം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ പടവ അതെടുത്ത് തോട്ടിക്കളയേണ്ടതല്ലേ അങ്ങനത്തെ ഒരു പടം കൊണ്ടുവന്നാൽ തന്നെ? നമുക്ക് മനസ്സിലാകാനുള്ള ഇനി എന്താണ് ഇവർ സംരക്ഷിക്കുന്നത്? ഇവരെന്താണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞ് സംരക്ഷിക്കാനായിട്ട് വെച്ചിരിക്കുന്ന സാധനം എന്താണ്? അതാ ചോദ്യം. എന്താണ് ഉള്ളത്? ബി ജെ പിയിൽ അവർ ചേർന്നാ പോരെ? എന്തിനാണ് അവര് ഇലക്ഷന് നിൽക്കുന്നത് ഇങ്ങനെ? ഇതാണ് ചോദ്യം. നമുക്ക് റെസിസ്റ്റൻസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആശയപ്രചരണമാണ് ആദ്യം ചെയ്യുന്നത്. സ്വന്തം അസ്തിത്വത്തിനെ പറ്റി തിരിച്ചറിവുണ്ടാകുന്ന ഇടത്തിനെയാണ് അവര് തീരെഴുതി കൊടുക്കുന്നത്. അതിന് പ്രധാനമന്ത്രിയുടെ പടം വെക്കുന്ന കഥയൊന്നുമില്ല. ബംഗാൾ എടുത്ത നിലപാട് പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളം മാറി എന്നുള്ളതാണ് അല്ലെ? ഞാൻ പറഞ്ഞില്ലേ, അത് കേരളം മാറി എന്ന് പറയുന്ന കേരളത്തിനെ വിറ്റ് കാശാക്കുന്ന തരത്തിലാണ്. എങ്ങനെങ്കിലും ഈ ഭരണത്തിൽ കയറുക എന്ന് പറയുന്നതിന് അപ്പുറത്തോട്ട് വേറെ യാതൊരു താല്പര്യവും ഇല്ലാതായിപ്പോയിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ സ്റ്റാലിനോട് സംസാരിക്കല്ലേ ഇവര് വേണ്ടത്? സിദ്ധരാമയ്യായിട്ടിരുന്ന് സംസാരിക്കേണ്ട കാര്യമല്ലേ? അവരൊക്കെ എടുക്കുന്ന കുറെ നിലപാടുകൾ ചുരുങ്ങിയ, പക്ഷെ അവരെടുക്കുന്ന നിലപാടെങ്കിലും ഇവർക്ക് എടുക്കണ്ടേ? ശരിക്കും പറഞ്ഞാ വഞ്ചന അനുഭവിച്ചത് പോലാണ്, വഞ്ചന അനുഭവിക്കുന്ന പോലെ. ഒരു ഇടതുപക്ഷ നിലപാടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് തന്നെയല്ലേ EWS പോലെയുള്ള പരിപാടികളിലും ഇവർ കൈക്കൊണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, ഇടതുപക്ഷ നിലപാടിനോട് വ്യത്യസ്തമായിട്ട് എടുക്കുന്ന ഒത്തിരി സാധനങ്ങൾ ചെയ്തത് മാത്രമേ ഭരണ സംവിധാനങ്ങളിൽ നിൽക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ അറിയുന്ന ആള് തന്നെയാ ഞാന്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷേ സ്വന്തം ചിന്ത കൈമോശം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേളിൽ ഒരു ചർച്ചയൊന്നുമില്ല. നമ്മൾ ബലമുള്ളവരുടെ മുന്നിൽ നമുക്ക് നിൽക്കാൻ കഴിയാതെ വരുന്ന തരത്തിൽ ബലമാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പട്ടാളമുണ്ട്, അത് കാരണം കൊണ്ട് നമ്മളെ റെസിസ്റ്റ് ചെയ്ത് അവര് യുദ്ധം ചെയ്യാനായിട്ട് വരും എന്നൊക്കെ അറിയുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷെ ഒരു സൗത്ത് ഇന്ത്യൻ കോയലീഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുൻകൈ എടുക്കേണ്ടി വരുന്ന സ്ഥലത്താണ് ഇന്നുള്ളത്. അല്ലാതെ പിന്നെന്ത് ഇടതുപക്ഷമാ? അതാണ് ഈ ചോദ്യം. എന്താണ് ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞ പറയുന്നത്? ഞാൻ അതിനകത്ത് തപ്പിയിട്ട് ചില വരികളിൽ ഒരു മാറ്റം വരുത്തിയാൽ ഈ ഇത് കൊണ്ടുവരാം. പിന്നെ വിദ്യാഭ്യാസത്തിൽ തൊടാൻ അനുവദിച്ചുകൂടാത്ത സ്ഥലങ്ങൾ, അത് വേറെ രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടാക്കേണ്ടത് ആയിരിക്കുന്നതാണ്. നമ്മളിപ്പോ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ മാത്രമല്ല, അതിനെ നവീകരിക്കേണ്ട കാലത്താണ്. ആ സ്ഥലത്ത് ഈ പ്രാകൃതമായിട്ടുള്ള മനുഷ്യന്മാര് എഴുതിവിടുന്ന സാധനത്തിനകത്ത് ഒപ്പിട്ട് ഞങ്ങളും കൂടെ ചേരുകയാണെന്നൊക്കെ പറയുന്നത്, അതൊന്നും ആലോചിക്കാൻ പറ്റാത്ത സ്ഥലമാണ്.
അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ തിരിച്ച് കേരളത്തിലോട്ടാണോ വരേണ്ടത്, തമിഴ്നാട്ടിലാണോ താമസിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ ക്വസ്റ്റ്യൻ. ഒരു സ്വതന്ത്ര രാജ്യത്തിരിക്കാനായിട്ട് അല്പമെങ്കിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചാല് അവിടെ മാറി താമസിക്കുന്നതിനെ പറ്റി ഇന്ന് ആലോചിക്കാനുള്ളൂ. ഇനി അതും കൂടെ ആ തുരുത്ത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പണ്ട് നേരത്തെ കേരളവും സൗത്ത് ഇന്ത്യ ഒരു തുരുത്തായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെന്തായാലും പോയി കിട്ടി. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലൊന്നും എനിക്കൊരു ചർച്ച. അതുകൊണ്ട് CPI എതിർത്തതല്ലേ, അതുകൊണ്ട് ഇടതുപക്ഷത്തിനകത്ത് ഈ വിഷയം പറയാതിരുന്നു എന്നുള്ള ചർച്ചയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ണിൽ പെട്ടില്ല എന്ന് പറയുന്ന ചർച്ചയൊക്കെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുകൂടാതെ ഇത്രയും കാലം എന്തുകൊണ്ട് ഇവര് തന്നെ എതിർത്തു എന്നുള്ള ഒരു വാദവും ഇല്ലേ? കാരണം അങ്ങനെ ആദ്യം മുതലേ അവർക്ക് അംഗീകരിക്കാം. അതാണ് അവര് എതിർത്തത് എന്തുകൊണ്ട്, അതുകൊണ്ടാണ് അവർ കീഴടങ്ങിയത് എന്തിനാണെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാകാതിരിക്കുന്നത്. അതേ നാട്ടുകാർ പറയുന്ന കാര്യത്തിലെ ഈ എന്താ സാമ്പത്തിക അഴിമതിയൊക്കെ നടത്തുന്ന ഒരു വിഭാഗമായിട്ട് അവർ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും അതിന് കാരണം. അല്ലാതെ വേറൊരു ന്യായവും നമുക്ക് കാണുന്നു. വേറെ ഒരു തരത്തിൽ അതിന് ഉത്തരമില്ല. പോലീസിനെ RSSകാർക്ക് കൊടുത്തപ്പോ തന്നെ നമുക്ക് സംശയമുണ്ട്. അതുപോലും ഞാൻ ഈ കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നും അത് കാരണം കൊണ്ട് കീഴടങ്ങേണ്ടി വരുന്നതാണെന്നും വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷേ ഈ നമ്മുടെ ചിന്തയും നമ്മുടെ സ്വത്വബോധം പോലും നഷ്ടപ്പെടുത്തുന്ന നിലവാരത്തിൽ കീഴടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവന്മാരെ ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ടിരിക്കേണ്ടത്? എന്തിനാണത്? അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി എന്തിനാണ്? അതിനേക്കാളും ഭേദമല്ലേ അവര് RSS ചേരുക എന്ന് പറയുന്നത്. നാട് നഷ്ടപ്പെട്ട അവസ്ഥയായി. വ്യക്തിപരമായിട്ട് എനിക്ക് ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് 2 മാസം പോലും ആയില്ല. തിരിച്ചു വരാൻ നാടില്ലാതായി പോയ അവസ്ഥയായി ഈ തീരുമാനം. എന്താണ് ഇത് കൂടുതൽ ഞാൻ പറയണ്ടേ? ഞാന് കേരളത്തിലേക്ക് തിരിച്ചു വരണോ എന്നുള്ളതാ, ഇന്ത്യയിലേക്ക് തിരിച്ചു വരണോ എന്നൊക്കെ ആയിരുന്നു എപ്പോഴും ആലോചിക്കുന്നത്. കേരളത്തിൽ അപ്പോഴും നമുക്കൊരു ഇതുണ്ട്, കേരളത്തിനകത്ത് നമുക്കൊരു വ്യത്യസ്തമായ ഒരു സമൂഹത്തിന് ഒരു സ്പേസ് ഉണ്ടല്ലോ എന്ന് വിചാരം ഉണ്ടായിരുന്നു. അതിനി തമിഴ്നാട്ടിലെ ഭാഷ അറിഞ്ഞുകൂടാത്ത പ്രശ്നമാണ്. നമുക്ക് അവിടെയൊക്കെ പോയി എന്തെങ്കിലും സംസാരിച്ചോ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള വ്യക്തിയായിട്ട് ജീവിച്ചു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഈ ഈ പ്രവൃത്തി കൊണ്ട് അവന്മാർ ചെയ്തെടുത്തത്. എന്താണ് ഞാൻ അതിൽ കൂടുതൽ പറയണ്ടേ? എനിക്ക് കൂടുതൽ പറയാനില്ലല്ലോ. ഞാന് തിരിച്ചു വരാൻ ഇടം നഷ്ടപ്പെട്ടു പോയ ഒരു പ്രവാസിയായി പോയി എന്ന് മാത്രമാണ് ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളത്. അത്രേ ഉള്ളൂ.